ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് CPMന്റെ പ്രതികരണം? ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കുറച്ചു കാലമായിട്ട് BJP തുടർന്നുകൊണ്ടിരിക്കുന്ന സമീപനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം. അതിൽ ED അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ കൃത്യമായ അർത്ഥം. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏത് നേതാവിനെയും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, കൽത്തുറുങ്കിലടക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന ഫാസിസ്റ്റ് രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അടിവരയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ ധ്വംസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിശക്തിയായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരണം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇന്ന് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ അവസാനത്തെ വിവരം പൂർണ്ണമായിട്ടും കൈമാറണമെന്ന സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാവുന്ന അവസാനത്തെ ദിവസമാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ, അത് മൂടിവെക്കാൻ, അതിനെ തമസ്കരിക്കാൻ, മാധ്യമങ്ങൾക്കെല്ലാം കോലാഹലം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായ ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നാടകം ഡൽഹിയിൽ അരങ്ങേറിയിട്ടുള്ളത് എന്നതാണ് സത്യം. ഇവിടെ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായ മുഹൂർത്തങ്ങൾ ദില്ലിയിലുണ്ടാകും. അതിപ്പോൾ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ്. ഇന്ത്യ ബ്ലോക്കിന് അത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഒരു നേതാവിന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ BJP ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് മാറി നിന്നാൽ തന്നെയും ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന അറസ്റ്റ്, ഇപ്പോൾ ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ, രണ്ട് ഇന്ത്യ ബ്ലോക്ക് മുഖ്യമന്ത്രിമാരിപ്പോൾ ജയിലിനകത്താണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഫലപ്രദമായി രാഷ്ട്രീയമായി ഇന്ത്യ ബ്ലോക്ക് ഉപയോഗിക്കുക? അല്ല, അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് കെജ്രിവാൾ ഇന്ത്യയിൽ. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തി കൽത്തുറുങ്കിൽ അടച്ചതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കെജ്രിവാൾ വളരെ ശക്തമായ രീതിയിൽ പുറത്തുനിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കെജ്രിവാളിനേക്കാൾ ജയിലിൽ അടക്കപ്പെട്ട കെജ്രിവാളിനായിരിക്കും ഏറ്റവും കൂടുതൽ കരുത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കരുത്ത് ഇന്ത്യ സംവിധാനത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം ഡൽഹി അതുപോലെ തന്നെ പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള മേഖലയിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, അഴിമതിക്കെതിരായിട്ടുള്ള ഉൽപ്പന്നമാണ് അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ ഈ മദ്യനയ അഴിമതി കേസ് എന്ന് പറയുന്നത് സ്ട്രോങ് കേസാണ്. മനീഷ് സിസോദിയ എന്ന ഉപമുഖ്യമന്ത്രി ജയിലിൽ പോയി. അദ്ദേഹത്തിന് ജാമ്യം സുപ്രീം കോടതി പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കവിതയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഇതിനകത്ത് ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കൊന്നും പുറം ലോകം കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി എന്ന വിഷയമുണ്ട്, ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തി എന്നുള്ള വിഷയമുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടാണ് ലൈസൻസ് നീട്ടി നൽകിയത് എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ സ്ട്രോങ് കേസായതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പോലും മനീഷ് സിസോദിയയുടെ അടക്കം ജാമ്യം നിഷേധിച്ചിട്ടുണ്ടാവുക. അല്ല, അത് നമ്മൾ കാണേണ്ടത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇലക്ട്രൽ ബോർഡിന്റെ ഭാഗമായിട്ട് കേസ് എടുക്കുന്നതും കേസ് വിഡ്രോ ചെയ്യുന്നതും ബോണ്ട് വാങ്ങുന്നതും എല്ലാം കൃത്യമായിട്ട് തീയതി അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ കൂറുമാറി BJPയോടൊപ്പം ചേർന്നാൽ ആ ചേർന്ന ദിവസം മുതൽ അങ്ങോട്ട് അദ്ദേഹം വിശുദ്ധനാക്കപ്പെടുന്ന സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടല്ലോ. ഇതെല്ലാം ചേർന്ന് വേണം ഇതിനെല്ലാം പരിശോധിക്കാൻ. ആരെ വേണമെങ്കിലും രാജ്യദ്രോഹിയാക്കാം, ആരെ വേണമെങ്കിലും അഴിമതിക്കാരനാക്കാം, ആരെ വേണമെങ്കിലും കൽത്തുറു നടക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം BJPയും സംഘപരിവാർ വിഭാഗങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇവരുടെ ഈ മുഖപുര, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് വിശ്വാസം എടുക്കാൻ സാധിക്കുന്നതല്ല. ഇവരതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയം മാറുന്നതോടുകൂടി ED ആയാലും CBI ആയാലും കേന്ദ്ര ഏജൻസികളായാലും അന്വേഷണം നിർത്തിയിട്ട് പൂർണ്ണമായും
BJPക്ക് ഒപ്പം നിന്ന് നിലപാട് സ്വീകരിക്കുകയാണ്. അല്ലാതെ വരുമ്പോൾ ശക്തിയായിട്ടുള്ള നിലപാടിലേക്ക് പോകുന്നു. അത് മുഖ്യമന്ത്രിയായാലും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയാലും പാർട്ടി നേതാവായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും അവരെല്ലാം ഞങ്ങൾക്ക് ജയിലടക്കാൻ അവകാശമുണ്ട് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, നന്ദി സഹകരിച്ചതിന്.